ഡാ ഡാ എന്നേക്ക് വേദന പറഞ്ഞോ? എന്നാ ചായ മുത്തിട്ടതാ, എന്നേക്കങ്ങ് കുടിക്ക്, അപ്പൊ ക്ഷീണം മാറും. എന്നാ കുടിച്ചോ. എന്താ എന്താ ഓ അതാണോ? സാരമില്ല, വായ പൊള്ളിന്ന്. നോക്കാനാണ് ചേച്ചി കൊടുത്തത്. ഇപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാക്കിയോടൊന്ന് ഊതിട്ട് കുടിച്ചാ പോരെ? അങ്ങനെ തന്നെ എടുത്ത് കമത്തൂന്ന് ഞാൻ അറിഞ്ഞോ? ആ പൊട്ടിരിക്കൊണ്ടായിരിക്കും പെട്ടെന്ന് വേദനിച്ചതേ. ഞാൻ ആറ്റിത്തരട്ടെ എന്നാ? അന്നേ ഒന്ന് ആശുപത്രി പോവാം. ഫോണ് വരുന്നു. നോക്കട്ടെ എന്നാ. ചേച്ചി എടുക്ക, ചേച്ചി എടുക്ക്. ഹലോ, ആരാ? ഞാൻ സുജാത. സാറില്ലേ? ഏത് സാറ്? കനാ സാറ്. കനകൻ സാറ് കുളിക്കുവാ. സുജാതയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. ഹലോ, എവിടെയാ സുജാതയുടെ വീട്? തേടി കട്ടായിപ്പോയിടി. ആ നമ്പർ ഇതാ, ആ നമ്പർ ഇതാ ചേച്ചി. എന്തിനാ ആ നമ്പർ ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചോളാം. അവൾ ആരാന്ന് ഇപ്പോഴല്ല വിളിക്കേണ്ടത്, പിന്നെ നമുക്ക് ചോദിക്കാം. നീ ഒന്നിച്ചിരി അടങ്ങ്. ഞാനില്ലേ നിന്റെ കൂടെ? ഇന്ന് വൈകുന്നേരത്തിനോടുകൂടി നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഉണ്ടാക്കി തരുമോ? നിനക്കെന്തെങ്കിലും വരാൻ ഞാൻ സമ്മതിക്കോ? വിഷമിക്കണ്ട. ആരാന്നറിയണല്ലോ അങ്ങനെ ഒരു സുജാത. ആരാ? ഞാൻ മക്കളെ നേരത്തെ വിളിച്ചിരുന്നില്ലേ? സുജാത. ചേച്ചിയാണോ വിളിച്ചത്? ആ സുജാത. അതെ. എന്തായിരുന്നു? സാറില്ലേ? കനാ സാറ്. ഏട്ടനെ ഉറങ്ങുവാ. വിളിക്കണോ? വേണ്ട, ഈ ഫോട്ടോ ഒന്ന് കൊടുത്തിരുന്നാ മതി സാറിന്റെ കയ്യിൽ. ചേച്ചി എന്ത് ചെയ്യുവാ? ഞാൻ SP ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് ജോലി ചെയ്യണത്. കഴിഞ്ഞ 1 മാസമായിട്ട് സാറിന്റെ സ്റ്റേഷനിലാണ്, കനാ സാറിന്റെ സ്റ്റേഷനിലാണ് ജോലി ചെയ്യണത്. അടുത്ത മാസം പെൻഷൻ ആകുന്നുണ്ട്. അപ്പോൾ ഈ പേപ്പർ വർക്കുകളൊക്കെ കമ്പ്യൂട്ടറിലല്ലേ ഇപ്പോഴും. എനിക്ക് ഇപ്പം എല്ലാം അതിനെ പറ്റിയൊന്നും എനിക്ക് ഒരു അറിവുമില്ല. സാറിൻ്റെ കമ്പ്യൂട്ടറിനെ പറ്റി എല്ലാം അറിവാണല്ലോ. സാർ എല്ലാ പേപ്പറും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫോട്ടോ ആവശ്യപ്പെട്ടതുകൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പം അവൻ ചെയ്തു തരും. ചേച്ചിയുടെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ. എനിക്ക് എൻ്റെ ഫോണ് കേടായി. പിന്നീട് ഒരു ഫോൺ ഞാൻ വാങ്ങിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു മക്കളെ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സാറുമാരെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നെ വിളിക്കാൻ ആരുമില്ല, എനിക്ക് തിരിച്ച് വിളിക്കാനും ആരുമില്ല. അതുകൊണ്ടൊരു വെറുതെ ഫോൺ വാങ്ങിച്ച് കാശ് കളയണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാ. മക്കളൊന്നും ഇല്ലേ അപ്പം? 2 മക്കളുണ്ട് മക്കളെ, അങ്ങ് ദൂരെയാണ്. മോക്ക് കൊടുത്തത് കൂടുതലായിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് മോൻ മിണ്ടൂല്ല. മോളാണെങ്കിൽ ഓണത്തിനോ സമ്പ്രദായത്തിനോ ഒന്ന് വിളിച്ചാലായി. സങ്കടപ്പെടണ്ട. ആരുമില്ല. ഇരിക്കേ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട മക്കളെ, ധൃതിയുണ്ട്. പോട്ടാ, ഈ ഫോട്ടോ സാറിന് കൊടുത്തു. ശരി മക്കളെ. പാവം ചേച്ചിയല്ലേ. കുത്തു വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, എന്തെങ്കിലും കേട്ടോ അവൾ അപ്പൊ തന്നെ വാലും പൊക്കി ഓടിക്കോളും. ചേച്ചിക്ക് സംശയം തോന്നിയല്ലോ. പിന്നെ നീ ഇങ്ങനെ നിൽക്കുവല്ലേ, പിന്നെ സംശയം തോന്നാതിരിക്കണ എങ്ങനെയാ? ദോഷം കിട്ടൂടി നിനക്ക്, ഭ്രാന്തി.